അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 149. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം പറഞ്ഞു വരുന്നത് സൂറത്തുൽ ഫജറിൻ്റെ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ്. മനുഷ്യർക്ക് 2 തരത്തിലുള്ള സ്വഭാവങ്ങളാണ് ഉള്ളതെന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവിധ സുഖവും സൗകര്യവും കൊടുത്താൽ ആ മനുഷ്യൻ എൻ്റെ റബ്ബ് എന്നെ പരിഗണിച്ചു എന്നും, അതേസമയം അല്പം സാമ്പത്തികമായ പ്രയാസങ്ങളും സൗകര്യക്കുറവുകളും നൽകിയാൽ ആ മനുഷ്യൻ നന്ദി കെട്ടവനായ നിലയിൽ എൻ്റെ റബ്ബ് എന്നെ അവഗണിച്ചു, റബ്ബി അഹാനൻ എന്നും പറയാൻ അവന് യാതൊരു ലജ്ജയും ഉണ്ടാവില്ല. ഇത് സത്യത്തിൽ കേവലം ഒരു വാക്കല്ല, നമ്മുടെ അനുഭവത്തിൽ നാം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. കാരണം മനുഷ്യന് അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി കഴിയുമ്പോൾ പലരോടും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്നതാണ്. എന്തൊക്കെയാണ് ഹാജിയാരെ വർത്തമാനം എന്ന് ചോദിക്കുമ്പം പല ആളുകളും പറയും, ഉസ്താദെ നല്ല സുഖമാണ്, എല്ലാം കൊണ്ടും ഖൈറാണ്, ബറക്കത്താണ്, തൊടുന്നതിലൊക്കെ ബറക്കത്താണ്. വലിയ മോന് മെച്ചപ്പെട്ട ജോലിയുണ്ട്, രണ്ടാമത്തെ മോനും പ്രയാസങ്ങളൊന്നുമില്ല, എനിക്കും മെച്ചപ്പെട്ട ബിസിനസ്സും കാര്യവും ഒക്കെ നടന്നു വരുന്നു. ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിൽ എല്ലാം കൊണ്ടും മെച്ചമാണെന്ന് അയാൾ പറയുമ്പോൾ, അതേ സമയം തന്നെ ഒരു ചെറിയ പ്രയാസം അയാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ വളരെ മോശപ്പെട്ട വർത്തമാനം, എൻ്റെ റബ്ബ് എന്നെ അവഗണിച്ചു എന്ന് പറയുന്നതാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളത്. അതെ, നമ്മൾ പലപ്പോഴും കേട്ടുവരുന്നു, എന്താണ് വർത്തമാനം എന്തു പറയാൻ, എന്താണ് വിശേഷമെന്ന് ചോദിക്കുമ്പം എന്ത് പറയാനാണ്, എന്നും ഞെരുക്കമാണ്, പ്രയാസമാണ്, കടം വീടുന്ന കാലമില്ല, രോഗമൊഴിയുന്ന കാലമില്ല, ഹോസ്പിറ്റലിൽ അഡ്മിറ്റല്ലാത്ത ഒരവസ്ഥ, കുടുംബത്തിൽ ആരെങ്കിലും ഒന്നെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റല്ലാത്ത ഒരവസ്ഥയില്ല എന്നിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക സ്വാഭാവികമാണ് ചിലർ. പക്ഷേ അത് ശരിയല്ല എന്ന് ഇന്നലെ നാം സൂചിപ്പിച്ചു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും റബ്ബ് എന്നെ അവഗണിച്ചു എന്ന് പറയാൻ നമുക്ക് ഒരർഹതയുമില്ല. എന്നാൽ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്ത ഹാജിയാർ എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, എല്ലാം കൊണ്ടും ഖൈറാണ്, ബറക്കത്താണ് എന്ന് തന്നെയല്ലേ പറയേണ്ടത്. കേവലം അത് പറഞ്ഞതുകൊണ്ട് മാത്രം ഉത്തരവാദിത്തം തീരുന്നില്ല എന്നർത്ഥം. അതായത് സമൃദ്ധിയോ ദാരിദ്ര്യമോ കേവലം അത് നേട്ടത്തിനും കോട്ടത്തിനുമല്ല. അള്ളാഹു നല്ല സമൃദ്ധി നൽകുമ്പോൾ അത് മനസ്സറിഞ്ഞ് പറയണം, എൻ്റെ റബ്ബ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഖുർആൻ പറഞ്ഞത് അങ്ങനെയാണല്ലോ, വഅമ്മാ ബിനിഅ്മതി റബ്ബിക ഫഹദ്ദിസ്. നബിയെ, തങ്ങളുടെ റബ്ബ് തങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഉറക്കെ വിളിച്ചു പറയണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പറയണം, പക്ഷേ പറഞ്ഞാൽ മാത്രം പോരാ, അതുകൊണ്ട് ബാധ്യത നിറവേറുന്നില്ല. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ ഇടപെട്ട് തിരുത്തുന്നത്. കല്ല, ഇപ്പറഞ്ഞത് രണ്ടും തെറ്റാണ്. അതിലൊന്നാമത്തേതാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടാതിരിക്കുക, അതിലിടപെട്ട് സംസാരിക്കുന്നു. ബല്ല തുക്രിമൂനൽ യതീം, പക്ഷേ നിങ്ങൾ യതീമിനെ പരിഗണിക്കുന്നില്ല. വലാ തഹാദൂന അലാ ത്വആമിൽ മിസ്കീൻ, സാധുവിൻ്റെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ, അനന്തര സ്വത്ത് വെട്ടി വിഴുങ്ങുന്നവരാണ് നിങ്ങൾ, വലിച്ചു കൂട്ടി തിന്നുന്നവരാണ്. എവിടെന്നാണെന്ന് നോക്കണ്ട, ആരുടേതാണെന്ന് നോക്കണ്ട, എനിക്ക് അവകാശപ്പെട്ടതാണോ, എൻ്റെ വിഹിതമാണോ അവിഹിതമാണോ, ഇതൊന്നും ആലോചിക്കേണ്ടതില്ല. പല ആളുകളും ജ്യേഷ്ഠന്മാരെ പറ്റിച്ച്, അനുജന്മാരെ ചതിച്ച്, പെങ്ങന്മാരുടെ മൂക്കിൽ പഞ്ഞി വെച്ചൊക്കെ പലപ്പോഴും അനന്തരം സമ്പാദിക്കാറുണ്ട്. അവരെക്കുറിച്ചാണ് പറഞ്ഞത്, വതഅകുലൂന തുറാസ അക്ലൻ ലമ്മ. അങ്ങനെയാണ് ഹാജിയാർ മുതലാളിയായത്. പിന്നീട് പറയുകയാണ്,
വർത്തമാനം ചോദിക്കുമ്പം വിശേഷം ചോദിക്കുമ്പം എല്ലാം കൊണ്ടും ഹൈറാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇയാൾ മുതലാളിയായ റൂട്ട് നമുക്കറിയാം. ഉക്കുലൂന തുറാസാക്കിനല്ലമ്മ, മറ്റുള്ളവരുടെ അനന്തരം പിടുങ്ങിയിട്ട് ഇപ്പോൾ റബ്ബി അക്രമനി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. കാരണം റബ്ബ് അവനെ സൈഡാക്കാനാണ് അവനത് നൽകിയത്. ഇനി നേരാം വണ്ണം സമ്പാദിച്ചതാണെങ്കിൽ തന്നെ റബ്ബി അക്രമനി എന്ന് പറയുന്നത് അസ്ഥാനത്താകും. എപ്പോൾ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, സമ്പത്തിനെ നിങ്ങൾക്ക് സ്നേഹിക്കാം, പക്ഷേ സമ്പത്തിനെ അമിതമായ സ്നേഹം നിങ്ങൾ സ്നേഹിക്കുന്നു. അതായത് സ്നേഹമാകാം, പക്ഷേ ഭ്രമമാവരുത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്നേഹമുണ്ടാകാം, അതുണ്ടാകുമ്പോൾ സമ്പത്തിനെ സംരക്ഷിക്കും. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. ഒരാൾക്ക് അവകാശപ്പെട്ട സമ്പത്തിൻ്റെ സംരക്ഷണാർത്ഥത്തിൽ അയാൾ കൊല്ലപ്പെട്ടാൽ അയാൾക്ക് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേസമയം ആ നബി തങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു, അത് ഭ്രമമായി മാറരുത്. ഭ്രമമായി മാറുമ്പോഴുള്ളത് എന്താണ്? സ്നേഹമില്ലാഞ്ഞാൽ സമ്പത്ത് സംരക്ഷിക്കില്ല. അപ്പോൾ സ്നേഹമുണ്ടാവാം, സ്നേഹമുണ്ടാകുന്നതൊരു അപകടമല്ല. അതേസമയം സ്നേഹമില്ല എന്നതുകൊണ്ട് ആഖിറം നഷ്ടപ്പെടുകയുമില്ല. പക്ഷേ ആ സ്നേഹം ഭ്രമമായി മാറിയാൽ അവിടെ ഉണ്ടാകുന്ന അപകടം എന്താണ്? പിന്നെ അവന് പൈസയുണ്ടാക്കണം എന്ന ഒരൊറ്റ നിയ്യത്തേ ഉണ്ടാകൂ. എവിടെന്നെങ്കിലും വലിച്ചു കൂട്ടണം, അല്ലെങ്കിൽ എൻ്റെ ഈ സാമ്പത്തിക പ്രയാസത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറണം. അതൊരാളെ കൊന്നിട്ടാണെങ്കിലും വേണ്ടിയില്ല, കവർച്ച ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, ഉറ്റവരെയും ഉടയവരെയും മുക്കിയിട്ടാണെങ്കിലും വേണ്ടിയില്ല, അല്ലെങ്കിൽ ബോസിനെ മുക്കിയിട്ടാണെങ്കിലും വേണ്ടിയില്ല. എന്തിനും അവൻ തയ്യാറായിരിക്കും. ഈ ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതിന് ഭ്രമം അരുത്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. ഉണ്ടാക്കണം എന്ന നിയ്യത്ത് മാത്രമായാൽ പറ്റില്ല. എങ്ങനെ ഉണ്ടാക്കണം എന്ന മാർഗവും കൂടെ അവൻ അറിയേണ്ടതും പഠിക്കേണ്ടതുമുണ്ട്. ആ മാർഗത്തിലൂടെ അവൻ പണം സമ്പാദിക്കണം. അപ്പോഴേ സമ്പാദ്യം ശരിയാവൂ എന്നർത്ഥം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് കാണാം, അമിതമായി സമ്പത്തിനെ ഭ്രമിച്ചാൽ അത് അപകടമാണ്. അലാ ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മത്തിയൽ മാൽ. ഏതൊരു സമൂഹത്തിനും ഏതൊരു സമുദായത്തിനും അവർ തകരാൻ കാരണമാകുന്ന ഒരു ദുരന്തം അവരിൽ വന്ന് ഭവിക്കും. എങ്കിൽ എൻ്റെ ഉമ്മത്ത് തകരാനുള്ള കാരണം വഫിത്നതു ഉമ്മത്തിയൽ മാൽ, എൻ്റെ ഉമ്മത്ത് തകരാനുള്ള കാരണം സമ്പത്തിനോടുള്ള ഭ്രമമായിരിക്കും, പണക്കൊതിയായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ലോകത്തെവിടെയും എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ്. വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. അമിതമായി സമ്പത്തിനെ നിങ്ങൾ ഭ്രമിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞതാണ് സത്യം. അതിൻ്റെ ദുരന്തങ്ങളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസ്, അതിനെ കവിതയാക്കി ചൊല്ലി, വമുഹിബ്ബു ദുന്യാ ഖായിലുൻ ഐന ത്വരീഖ് ഐനൽ ഖലാസു കമുസ്കരിൻ ശരിബത്ത്വലാ. ദുനിയാവിനെ സ്നേഹിക്കുന്നവനല്ല, അമിതമായി ഭ്രമിക്കുന്നവൻ. ഖായിലുൻ, അവൻ നേരം വെളുത്താൽ വെളിയിലിറങ്ങുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയായിരിക്കും. എന്താ പറയുക? ഐന ത്വരീഖ്, എനിക്ക് 10 റുപ്പിക ഉണ്ടാക്കണം, 4 കാശുണ്ടാക്കണം. അതിനെന്താ മാർഗമുള്ളത്? കൊലപാതകമാണെങ്കിൽ അത്, ചൂഷണമാണെങ്കിൽ അത്, ചതിയാണെങ്കിൽ അത്, ഉറ്റവരെയും ഉടയവരെയും ഒക്കെ മുക്കുകയാണെങ്കിൽ അങ്ങനെ, എന്തിനും അവൻ റെഡിയാണ്. ഐനൽ ഖലാസ്, എനിക്ക് താൽക്കാലികം ഒരു ചെറിയ ടൈറ്റുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി, ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? അത് ഞാൻ അവലംബിക്കും, ഏതു മാർഗവും അവലംബിക്കും. കമുസ്കരിൻ ശരിബത്ത്വലാ, കള്ളു കുടിച്ച് മസ്തായ ലഹരി ബാധിച്ച ആളെപ്പോലെ ലക്കും ലഗാനുമില്ലാതെ ഉണ്ടാക്കണമെന്ന നിയ്യത്തോടെ എല്ലാ നെറികേടുകളും ചെയ്ത് നേരം വെളുത്ത് വൈകുന്നേരം വരെ അവൻ നെട്ടോട്ടമോടും എന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞത് എത്ര ശരിയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സമ്പത്ത് യഥാവിധി കൈകാര്യം ചെയ്ത് അവൻ്റെ പൊരുത്തം നേടുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ദാരിദ്ര്യം കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.